വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പ്രതി അഫാൻ റിമാൻഡിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിയാണ് റിമാൻഡ് രേഖപ്പെടുത്തിയത്. 2 ദിവസം അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ തുടരും. അതേസമയം പ്രതിയുടെ ഉമ്മ ഷെമിയുടെ മൊഴി നാളെ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. കേരളം വിറങ്ങലോടെ കേട്ട് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്ന 4ാം ദിനത്തിലാണ് പ്രതിയായ അഫാന്റെ അറസ്റ്റിലേക്ക് പോലീസ് കടന്നത്. 5 പേരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പാങ്ങോട്, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനുകളിലായി 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ബാപ്പുമ്മയായ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആദ്യ അറസ്റ്റ്. പ്രാഥമിക തെളിവെടുപ്പിനായി പോലീസ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. പിന്നാലെയാണ് പ്രതി അഫാനെ റിമാൻഡ് ചെയ്തത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലെത്തിയായിരുന്നു റിമാൻഡ് രേഖപ്പെടുത്തിയത്. 2 ദിവസം അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ തുടരും. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും മറ്റു കേസുകളിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പറഞ്ഞു. നാളത്തേക്ക് മൊഴിയെടുക്കാൻ പറ്റുമെങ്കിൽ നാളെ മൊഴി രേഖപ്പെടുത്തും. ഇന്നത്തെ രേഖപ്പെടുത്താൻ പറ്റുന്നത് അത്രയും ആയിട്ടില്ല, കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് നാളെ രേഖപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ആ കേസിലേക്ക് റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മറ്റു കേസുകളിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെടും. നിലവിൽ ഇപ്പോൾ ഒരു കേസിലേക്ക് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് പിന്നാലെ മദ്യത്തിൽ ലഹരി കലർത്തി കുടിച്ച ശേഷമാണ് അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. അന്നു മുതൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അഫാന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. അതേസമയം വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയുടെ ഉമ്മ ഷെമീനയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. നാളെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. ജനം, തിരുവനന്തപുരം.